ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. അപ്പം കണ്ടില്ല നിങ്ങളെ എൻ്റെ കയ്യിലൊരു കമ്പിയും പിന്നെ ചെറിയൊരു പൊട്ടിയൊരു ബക്കറ്റും പിന്നെ ഒരു 3 ബോട്ടിലുകളും കേട്ടോ. ഈ ബോട്ടിലൊക്കെ ഞാൻ ഇതുപോലെ ഹോൾസ് ചെയ്ത് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഇതുപോലത്തെ 2 ബൗളുകളും ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയ ബോട്ടിലുകളാട്ടോ. പിന്നെ കണ്ടോ പല വെറൈറ്റി ഓരോ തരം ടിന്നുകളല്ല കേട്ടോ ഉള്ളത്, ഒക്കെ വെറൈറ്റി നമ്മൾ ഒഴിവാക്കിയ ഓരോ ബോട്ടിലുകളാട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ഹോൾസ് ചെയ്ത് റെഡിയാക്കി വെച്ച് പിന്നെ നമ്മളെ മണ്ണ് ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിന് കേട്ടോ. പിന്നെ നമ്മൾ ഈ പൊട്ടിയ ബക്കറ്റിൽ കണ്ടില്ലേ നിറയെ മണ്ണ് ഇങ്ങോട്ട് നിറച്ച് കൊടുത്തിട്ടോ. നല്ലോണം ഉറപ്പിച്ചിട്ട് തന്നെയാണ് മണ്ണ് ഇങ്ങോട്ട് റെഡിയാക്കിയത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതിലേക്ക് ഇതുപോലെ ഒരു കമ്പി അങ്ങോട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് ആ കമ്പി നല്ലോണം ഉറപ്പിച്ച് ഇങ്ങോട്ട് വെക്കുക കേട്ടോ. ഇന്നൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു ചെടി നടലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒന്ന് നട്ട് നോക്കണത് കേട്ടോ. അപ്പോൾ ഓരോ രീതിയിൽ ഇങ്ങനെ നടാനുള്ളത് ഇങ്ങനെ നമുക്കിങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ. ഒരു ചെടി നടുമ്പോഴാണ് ഓരോ രീതിയിലേക്കും നമുക്ക് ഇതുപോലൊക്കെ നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. അപ്പം നമ്മൾ കണ്ടില്ലേ, ഫസ്റ്റ് ഒരു ബക്കറ്റ് പൊട്ടിയ ബക്കറ്റിലേക്ക് മണ്ണ് നിറച്ച് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കമ്പി ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് നല്ലോണം ഉറപ്പിച്ച് വെച്ച് പിന്നെ അതിൻ്റെ മുകളിലൂടെ നമ്മളൊരു ബോട്ടിൽ നമ്മളൊരു അളക്കിട്ടോ നമ്മൾ ഒഴിവാക്കിയതാണ്. അത് നമ്മളിങ്ങനെ ഹോൾസൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് ആ കമ്പിലൂടെ ഇങ്ങോട്ട് കൊടുത്തിട്ടോ. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി. നമ്മളെ റിയോ പ്ലാന്റ് ഈ ചെടി കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ചെടി. നമ്മളിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തെടുത്ത് ഇതുപോലെ ചെടി അങ്ങനെ ആയിട്ട് കുത്തി ഇങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ ആവട്ടെ, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് നട്ട് നോക്കിയിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാം. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടേ. ഇതൊന്നും ആരും ചെയ്യാത്തൊരു വീഡിയോസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു ചെടി ഇങ്ങനെ നടുമ്പോഴാണ് നാളേക്ക് ഇപ്പോൾ എങ്ങനത്തെ രീതിയിൽ നടണം ഇല്ലെന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ മനസ്സിൽ വരും. അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ചെടി നട്ടാറ് എന്നുള്ളത് ഒരു ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളാണ്, നമ്മൾ ഒഴിവാക്കിയതാണ്. പൊട്ടിയ ബക്കറ്റ് പിന്നെ ടിന്നുകൾ പിന്നെ കമ്പി, അതൊക്കെ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. പല വെറൈറ്റി രീതിയിൽ നമ്മൾ നട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നടുമ്പോൾ വല്ലാത്തൊരു ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നട്ട് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ ചെടികളൊക്കെ അതിന്മേൽ നല്ല ഇങ്ങോട്ട് പിടിച്ച് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മളെ ഫസ്റ്റിലെ ബോട്ടിൽ ഇതുപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ ചെടികളൊക്കെ സെറ്റാക്കി വെച്ച് ഇനിയാണ് അടുത്ത 2ാമത്തെ ബോട്ടിൽ. പിന്നെ നമ്മളെ കയ്യിൽ അതുപോലത്തെ വലിയ ബോട്ടിലും കാര്യങ്ങളും ഇല്ല കേട്ടോ, ചെറുതാണുള്ളത്. ചെറുതായാലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ചെറിയ ബോട്ടിൽ ഞാനിങ്ങനെ മണ്ണ് നിറച്ചിട്ട് പിന്നെ അതുപോലെ ഇങ്ങോട്ട് കമ്പിക്കൂടി ഇങ്ങോട്ട് കോർത്ത് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടോ. പിന്നെ ഞാൻ അതിൽ വെച്ചിട്ട് തന്നെ നട്ടതിൻ്റെ ശേഷം മണ്ണ് അതിലേക്ക് നിറച്ചിട്ടാണ് പിന്നെ കമ്പിയിലൂടെ ഇറക്കി കൊടുത്തത്. പിന്നെ നമുക്ക് അതുപോലെ ചെടി നടാം. പിന്നെ ഞാൻ 3ാമത്തെ എയറായിട്ട് കേട്ടോ 3ാമത്തെ ബൗൾ കേട്ടോ നമ്മളെ കുപ്പി ഒഴിവാക്കിയത്, അതും ഇതുപോലെ ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടോ. മണ്ണ് നിറച്ചിട്ട് ഇറക്കി വെച്ച് പല വിധത്തിലുള്ള ബൗളുകളാട്ടോ നമ്മൾ കയ്യിലുള്ളത്. ഒക്കെ ഒരേ തരം തന്നെ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിൽ 4ാമത്തത് കേട്ടോ. 4ാമത്തതിലും ഇതുപോലെ ഞാൻ മണ്ണ് ഇങ്ങോട്ട് നിറച്ച് റെഡിയാക്കി അതുകൂടിയും വെച്ച് കൊടുക്കണം. ഇനിയും നമുക്ക് ഈ കമ്പിമ്മൽ വെക്കാൻ ഇനിയൊരു 2 ബോട്ടിൽ കുപ്പികളൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ കഴിയും. നമ്മളെ കയ്യിലിപ്പോൾ ഒരു 4 ബോട്ടിൽ കുപ്പികളായിട്ട് നമ്മൾ ഒഴിവാക്കിയതുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ 4ഉം ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് ഇതിനൊക്കെ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തണേ. ഇനി ഈ ഹോൾസിലൊക്കെ നമ്മൾ ഈ റിയോ പ്ലാന്റ് ചെടികൾ ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നൊരു ചെടിയാണേ. അപ്പോൾ ഈ നമ്മൾ ഹോൾസ് ആക്കി കൊടുത്ത് ഇതേമാതിരി നമ്മൾ റിയോ പ്ലാന്റ് ചെടികൾ ഇതുപോലെ ഹോൾസിലൂടെ ഇങ്ങോട്ട് കുത്തി കൊടുക്കുക കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവട്ടെ. ഇത് ഉണ്ടായി വന്നാൽ ഇതുപോലെ ഒരു 3-4 സെറ്റാക്കി നമുക്കൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ചാണ്ടോ നല്ല ഭംഗിയാണ്. ഫസ്റ്റ് നമുക്ക് ഇതുണ്ടായിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം. ഇതുപോലെ ഇനി നമുക്ക് ഈ ചെടി മാത്രമല്ല പല വിധത്തിലും ഇതുപോലെ നമുക്ക് ചെടികൾ നട്ട് പിടിപ്പിക്കാൻ. പിന്നെ നമുക്ക് ഇത് കുപ്പിയിലാണോ നട്ടത് ഒന്നും അറിയില്ല കേട്ടോ. നമുക്ക് ഇതിങ്ങനെ ചെടികൾ ഇങ്ങനെ തിങ്ങി നിറയെ ഇതിലേക്ക് ഉണ്ടാവുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ.
ഇതുപോലെ ചെയ്തവരുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്നാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തവർ കമൻ്റായിട്ട് അറിയിക്കും ചെയ്യട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ ചെടീനോടും പച്ചക്കറീനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു ഒരു എന്താണ് നാളെ ഏത് രീതിയിലാണ് നടേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞമ്മക്കൊന്നും വേസ്റ്റ് ആക്കാണ്ടാവില്ല കേട്ടോ. ഞമ്മക്കൊരു കുപ്പിയും തൊണ്ട് ഒന്നും പിന്നെ ആക്രിക്കാർക്ക് കൊടുക്കാണ്ടാവില്ല. ആക്രിക്കാരെടുത്ത് പോയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് കൊണ്ടുവരലാണ് സാധാരണ. നമ്മൾ അങ്ങോട്ട് കൊടുക്കലല്ല, ഒരിടത്ത് പോയിട്ട് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരും. കുപ്പിയും ഒരു ഒഴിവാക്കിയതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് പല വെറൈറ്റി കുപ്പികളൊക്കെ കണ്ടാൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലൊക്കെ ചെടികൾ നടാലോ എന്നുള്ളത്. അതാ നമ്മളെ ചുറ്റുഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ചെടികൾ നട്ട് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പം വലിയൊരു ഭംഗിയായിട്ട് തോന്നൂല. ഇത് ഉണ്ടായി വന്നതിന് ശേഷം ഞങ്ങൾ കാണിച്ചു തരണം കേട്ടോ. നമ്മൾ ഓരോ രീതിയിലും ഞാൻ ഉണ്ടായത് ഇവിടെ ഞാൻ ഇന്ന് വരെ നട്ടത് ഉണ്ടാവാതെ നിന്നില്ല കേട്ടോ. എല്ലാ സംഗതികളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നല്ല തിക്നെസ് ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം പിന്നെ ഒന്നാമത്തത് മഴയാണ്. മഴ ആകുമ്പോൾ നമുക്കിതൊക്കെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം. എന്നിട്ട് നല്ലോണം തന്നെ സൂര്യപ്രകാശത്തിന് ഇതൊക്കെ കിട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിലേ ഉണ്ടാവുള്ളൂ. അപ്പം മഴ ആയതുകൊണ്ട് നമുക്കിന്നെ വലിയൊരു സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഈ കമ്പിക്ക് ഒരു ഇളക്കുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ കമ്പി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് ഇവിടെ താഴേക്കട വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടോ. ഇനി നമുക്ക് 2-3 ബൗളൂടെയും കിട്ടിയാൽ ഇതുപോലെ സെറ്റാക്കിയിട്ട് ഈ കമ്പിയും നിറയെ ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ. കണ്ടില്ലേ ഇങ്ങനെ വെച്ചപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് നട്ട് നോക്കേണ്ടി. നട്ട് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ. ഇതൊക്കെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾക്ക് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ചെടികൾ പല രീതിയിൽ നമുക്ക് നടാനുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെന്താ നമ്മൾക്കുള്ള കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക കേട്ടോ. നമുക്കൊന്നിനും കഴിവില്ല എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ ഒതുങ്ങി ജീവിക്കുകയാണ്. ഇത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളാണ് ചെടി, പച്ചക്കറികൾ. നമുക്ക് അതിലൂടെ നല്ലൊരു പച്ചക്കറിയൊക്കെ നമുക്ക് വിഷമില്ലാത്ത നല്ല തന്നെ തക്കാളി, വെണ്ട അതൊക്കെ നമുക്ക് തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കിട്ടും ചെയ്യും. നമുക്ക് കുറച്ച് കൂടുതലുണ്ടായി നമുക്ക് അടുത്തുള്ളവർക്ക് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചെടിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇപ്പം നമ്മളെ ചെടി എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് മഴ പെയ്തിട്ടാട്ടോ. കുറേ അങ്ങോട്ടും മാറ്റും ഇങ്ങോട്ടും മാറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മതിലിടിയും മരം വീകും. മഴ ആയാൽ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിലൂടെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് സംരക്ഷിക്കും. ഇനിയൊക്കെ മഴ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കാണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ നട്ട് പിടിപ്പിച്ചാലാണ് നമുക്ക് കൂടുതൽ ഉണ്ടാവുള്ളൂ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക.